എനിക്ക് ധ്യാനിനെ സംബന്ധിച്ചിടത്ത് എനിക്ക് ഉത്തരങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ധ്യാൻ ഇഷ്ടമുള്ള പോലെ സംസാരിക്കട്ടെ, പറയട്ടെ. എന്താന്ന് വെച്ചാൽ ധ്യാന്റെ ഇന്റർവ്യൂവിന്റെ ഭയങ്കര ആരാധകനാണ് ഞാൻ, ഉള്ള കാര്യം പറയാലോ. അപ്പൊ അതുകൊണ്ട് അവന് പറയാനുള്ളത് അവൻ പറയട്ടെ, അവന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ. ഞാൻ അതിനെ കുറിച്ച് ഇനി വല്ലതും പറഞ്ഞ് അവൻ ഇനി വേറൊരു ഇന്റർവ്യൂവിൽ പോയിട്ട് എന്നെ കുറിച്ച് കൂടുതൽ പറഞ്ഞു പിന്നെ ഇത് വഷളാക്കാൻ എനിക്ക് താല്പര്യമില്ല. അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ. കുഞ്ഞിരാമായണത്തിന് ശേഷം ഉടനെ ഒരു അർജുൻ റെഡ്ഡി ആയിട്ട് ധ്യാൻ ശ്രീനിവാസനെ വരുന്ന ഒരു സിനിമ ഞങ്ങൾക്ക് ബേസിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ ഈ ചോദ്യത്തിനൊന്നും ഞാൻ ഉത്തരം പറയില്ല. ധ്യാൻ എന്ന് പറയുന്ന ഒരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ടെൻഷനാണ്, പേടിയാണ്. ധ്യാൻ, യു ആർ അണ്ടർ റിസ്ക്. ഈ സംവിധായകൻ ഇനി അധികം അടുപ്പിക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ധ്യാന്റെ ഫാൻസ് ചിലപ്പോ ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞാൻ അടക്കമുള്ള ഫാൻസ്. ഞാനും ഫാനാണ്. എന്നെക്കാളും വലിയ ഫാനാണ് എന്റെ വൈഫ്. എന്റെ പൊന്നു അവള് എല്ലാം പുതിയ ഇന്റർവ്യൂ എല്ലായിടത്തേക്കും കാണും, എല്ലാം കാണും. നിങ്ങളുടെ അതും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇറങ്ങിയപ്പോ തന്നെ കണ്ടു. ഞാൻ കാണണമെന്നില്ല, എനിക്ക് പലരും അതിന്റെ ലിങ്ക് അയച്ചു തന്നായിരുന്നു. എല്ലാവരും എങ്ങനെയെങ്കിലും ഞങ്ങൾ കാണിച്ചിരിക്കും, അത് നിർബന്ധം. ലിങ്ക് എനിക്ക് അയച്ചു തന്നു, അതിന്റെ തമ്മനയിലൊക്കെ കണ്ടായിരുന്നു ഞാൻ അറിയുന്നുണ്ടല്ല. ഇപ്പൊ ഈ ഇടയില് ഫേസ്ബുക്കിൽ നിങ്ങൾ അതിന്റെ സ്നിപ്പറ്റ് 4 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ശ്രീനിവാസൻ കുടുംബം ഞങ്ങളുടെ ബിഹൈൻഡ് സൈസിന്റെ ഐശ്വര്യാണ്. ഞങ്ങളവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു പ്രത്യേക ഒരു വരുമാനം എല്ലാ വർഷവും കൊടുക്കണം. ധ്യാന്റെ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ മതിയല്ലോ, 4 മാസത്തേക്ക് ശമ്പളം കൊടുക്കാനുള്ള ഞങ്ങൾ ഉണ്ടാക്കും. ചില പടങ്ങളോട് നോ പറയാനുള്ള ധൈര്യം അന്നും ഇന്നും എന്നുമുണ്ട്. അന്ന് കുറവായിരുന്നു, ഇന്നിപ്പോ കുറച്ചുകൂടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇന്നൂടെ കുറച്ചുകൂടെ, അതായത് ആൾക്കാരെങ്ങനെ എടുക്കും, ആൾക്കാർ നമുക്ക് അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടല്ലോ. പണ്ട് ചില പടങ്ങളോടൊന്നല്ല, എല്ലാ കാര്യത്തിലാണെങ്കിൽ നോ എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കാര്യം പറയാന്നുള്ളതാണ്, അല്ലാതെ നോ എന്ന് പറയാതെ പിന്നെ അവര് പ്രതീക്ഷിച്ച് വെച്ച് ഇങ്ങനെ പോയി പിന്നെ കുറെ കാലം നമ്മൾ അതിങ്ങനെ വേണ്ട, അത് എന്താ ഇപ്പൊ പറയാ, എങ്ങനെ ഇപ്പൊ പറയുന്നൊക്കെ വിചാരിച്ചാൽ അവരുടെയും സമയം പോകും, നമ്മുടെയും സമയം പോകും, നമ്മളും ടെൻഷൻ അടിച്ചിരിക്കും. അതിനും പകരം കാര്യം അപ്പൊ തന്നെ പറയുന്നു, അന്നോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസമോ 2 ദിവസത്തിനുള്ളിൽ തന്നെ ചേട്ടാ ഇതാണ് കാര്യം, എനിക്ക് പറ്റില്ല അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഇല്ല. ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ വിഷമം തോന്നുമായിരിക്കും, അല്ലെങ്കിൽ അവരോട് നമ്മളോട് ദേഷ്യം തോന്നുമായിരിക്കും. പക്ഷെ അവസാനം ഇതെല്ലാം കൂടെ സമയം പോയി അവസാനം ഇത് ചെയ്യാതിരിക്കുമോ എന്ന് പറയുന്ന പോയിന്റിൽ ഇത് കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് അപ്പൊ തന്നെ പറയുന്നത് തന്നെ ഏറ്റവും നല്ലത്. ചില സിനിമകളിൽ അഭിനയിച്ച് തുടങ്ങിയപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പറയില്ല, ഞാൻ ചോദിക്കൂല. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കണം ചേട്ടാ, ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതായത് കുഞ്ഞിരാമായണത്തിന്റെ കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ എവിടേക്കൊക്കെയോ കാട് കയറിപ്പോയി.